യൂസ് ചെയ്യുന്നവരുടെ മെയിൻ കൺസേൺ തന്നെയാണ് ആപ്പിൾ വാച്ച് ഫേസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ 5 യൂസ്ഫുൾ വാച്ച് ഫേസ് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ എന്തായാലും ഫുൾ ആയിട്ട് കാണുക. ഈ ഒരു വീഡിയോയിൽ പുതിയ അടിപൊളി 3 വാച്ച് ഫേസ് നിങ്ങൾ കാണുകയാണ് പഠിക്കുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ വാച്ച് ഫേസ്, സിറി വാച്ച് ഫേസ്. ഈ ഒരു വാച്ച് ഫേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഓർഗനൈസ്ഡ് പേഴ്സൺ ആണ്, റിമൈൻഡേഴ്സ് ആഡ് ചെയ്യും, അതേപോലെ കലണ്ടേഴ്സ് ആഡ് ചെയ്യും, മൂവി ടിക്കറ്റ്സ് ആഡ് ചെയ്യും. നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ വേണ്ട എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾ ഈ പറഞ്ഞ ഫോണിൽ ആഡ് ചെയ്യാറുണ്ടെങ്കിൽ ആ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ഈ ഒരു വാച്ച് ഫേസിൽ നിങ്ങൾക്ക് വരും. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ലൊക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ടാവും, വീടിൻ്റെ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൻ്റെ ലൊക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഈ പറഞ്ഞ ഓരോ ലൊക്കേഷനിലേക്കുള്ള ട്രാഫിക് വരെയും നമ്മുടെ ഈ പറഞ്ഞ വാച്ച് ഫേസിൽ കാണിക്കും. ഇപ്പോൾ ഞാൻ വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ വെതർ കണ്ടീഷൻ, അതേപോലെ ട്രാഫിക് ലൈറ്റ് ആണോ, മോഡറേറ്റ് ആണോ, മീഡിയം ആണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ട്രാഫിക്കിൻ്റെ ആ ഒരു ടൈമിലുണ്ടാകുന്ന ആ ഒരു കഞ്ചഷൻ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന വാച്ച് ഫേസിൽ സിമ്പിളായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ വാച്ച് ഫേസ് ആണ് മോഡുലർ ഡ്യുവോ എന്ന് പറയുന്നത്. ആപ്പിൾ വാച്ച് സീരീസ് 7 ഓർ ലേറ്ററിൽ മാത്രമാണ് ഈ ഒരു വാച്ച് ഫേസ് ലഭിക്കുന്നത്. ഈ ഒരു വാച്ച് ഫേസിൽ 2 വലിയ കോംപ്ലിക്കേഷൻസും ഒരു ചെറിയ കോംപ്ലിക്കേഷൻസും നമുക്ക് കിട്ടും. ഈ 2 വലിയ കോംപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ മെയിൻ ഡാറ്റയും നമുക്ക് അവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വെതർ, അതേപോലെ സൗണ്ട് ലെവല്, പിന്നെ മ്യൂസിക് കൺട്രോൾസ് എന്നിങ്ങനെ വലിയ കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ ഗ്ലാൻസ് തന്നെ അറിയാൻ പറ്റും. നമ്മുടെ ഫിറ്റ്നസ് ലെവലും ആക്ടിവിറ്റിയും എല്ലാം പെട്ടെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗമാണ് ഈ പറയുന്ന ഡുവോ അല്ലെങ്കിൽ മോഡുലർ ഡുവോ എന്ന് പറയുന്നത്. മൂന്നാമത്തെ വാച്ച് ഫേസ് കളക്ഷൻസ് ആണ് ഈ പറയുന്ന 4 കോംപ്ലിക്കേഷൻസ് വാച്ച് ഫേസ് എന്ന് പറയുന്നത്. പെല്ലറ്റ്, സിമ്പിൾ, സോളാർ, നൈക്കി ഗ്ലോബൽ, നൈക്കി ഹൈബ്രിഡ്, മെട്രോപൊളിറ്റൻ, മെറിഡിയൻ, GMT, കൗണ്ട് അപ്പ്, ക്രോണോഗ്രാഫി ആൻഡ് കളേഴ്സ് എന്നിങ്ങനെ 11 വാച്ച് ഫേസിലും നിങ്ങൾക്ക് കിട്ടുന്നത് 4 കോംപ്ലിക്കേഷൻ വാച്ച് ഫേസ് ആണ്. ഈ എല്ലാ വാച്ച് ഫേസിനും 4 എഡ്ജിലായിട്ട് നിങ്ങൾക്ക് 4 കോംപ്ലിക്കേഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. അതും ഏറ്റവും യൂസ്ഫുൾ ആവുന്ന 4 കോംപ്ലിക്കേഷൻസ് തന്നെ. ഒന്ന്, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡേറ്റും ഡേയും അല്ലെങ്കിൽ ഡേറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് വേറെ സെക്കൻഡറി കൺട്രിയുടെ ടൈം ഡിജിറ്റലി അല്ലെങ്കിൽ ഈ പറഞ്ഞ സൺസെറ്റ് ആൻഡ് സൺറൈസിൻ്റെ ആ ഒരു കാര്യം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. മൂന്നാമത്, നിങ്ങളുടെ ഡിവൈസ് സെല്ലുലർ ആണെങ്കിൽ ആ ഒരു ഫോൺ ആപ്പിൻ്റെ ആപ്ലിക്കേഷൻ, അല്ല വൈഫൈ ഓൺലി ആണെങ്കിൽ ഈ പറഞ്ഞ ഏറ്റവും ആവശ്യമുള്ള ടൈമറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. നാലാമത്തെ കോംപ്ലിക്കേഷൻസ് ആണ് ആ ഒരു വെതറോ അല്ലെങ്കിൽ ഫിറ്റ്നസ് ട്രാക്കിങ്ങോ എന്ന് പറയുന്നത്. ഈ 11 വാച്ച് ഫേസിലും നമുക്ക് ആവശ്യമുള്ള 4 കോംപ്ലിക്കേഷൻസും സിമ്പിളായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നാലാമത്തെ വാച്ച് ഫേസ് ആണ് മോഡുലർ എന്ന് പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞ മോഡുലർ ഡുവോയിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് 6 കോംപ്ലിക്കേഷൻസ് ആണ് കിട്ടുന്നത്. അതിൽ ഒരെണ്ണം മാത്രമാണ് വലിയ ഡാറ്റ വരുന്ന ഒരു കോംപ്ലിക്കേഷൻസ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് സിമ്പിൾ ഐക്കൺ മാത്രമാണെങ്കിലും കുറേയധികം യൂട്ടിലിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സൗണ്ട് ലെവൽ ആയിക്കോട്ടെ, അതേപോലെ കോൾ ആയിക്കോട്ടെ, നമുക്ക് ഈ പറഞ്ഞ ECG അല്ലെങ്കിൽ ബ്ലഡ് ഓക്സിജൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മെഡിക്കൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും സിമ്പിൾ ഗ്ലാൻസ് അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ആ കുറേ കാര്യങ്ങൾ ഈ പറയുന്ന മോഡുലർ എന്ന വാച്ച് ഫേസിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഫൈനലായിട്ട് നമ്മൾ പറഞ്ഞ വാച്ച് ഫേസ് ആണ് സ്നൂപ്പി. ചുമ്മാ പറഞ്ഞാണ്, സ്നൂപ്പി അല്ല, നമ്മുടെ ഈ പറഞ്ഞ ഇൻഫോഗ്രാഫാണ് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഈ പറഞ്ഞ വാച്ച് ഫേസ് എന്ന് പറയുന്നത്. ഈ ഒരു വാച്ച് ഫേസിൽ നമുക്ക് ഏകദേശം 8 കോംപ്ലിക്കേഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. വാച്ചിൻ്റെ 4 കോർണറിലും 4 എണ്ണം, അതേപോലെ വാച്ചിൻ്റെ ഉള്ളിൽ 4 എണ്ണം. ഈ 4 കോർണേഴ്സിലും നമുക്ക് ഏറ്റവും ആവശ്യമുള്ള യൂട്ടിലിറ്റി ആവുന്ന കോംപ്ലിക്കേഷൻസും അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പറഞ്ഞ ഡിജിറ്റൽ ടൈമും നമ്മുടെ ഈ പറഞ്ഞ വർക്കൗട്ട്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റി, ഫോൺ എന്നിങ്ങനെ ഏറ്റവും കൂടുതലും ഒരു ദിവസം ഒരാൾ യൂസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസും നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ആ ഒരു വാച്ച് ഫേസ് ആണ് ഈ പറഞ്ഞ ഇൻഫോഗ്രാഫ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും പുതിയ വാച്ച് ഫേസും അതേപോലെ കളക്ഷൻസും മനസ്സിലായി, അതേപോലെ പുതിയ വാച്ച് ഫേസ് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു വാച്ച് ഫേസിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്, ഏതാണ് ഇഷ്ടപ്പെടാത്തതെന്ന് നമ്മുടെ വീഡിയോ തൊട്ട് കമൻറ്റ് ചെയ്യുക.
ഈ ഓരോ വാച്ച് ഫേസും നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ ഒരു വാച്ച് ഫേസും അതിൻ്റെ കോംപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ ഇതേപോലെ പുതിയ വീഡിയോസ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സേവിയർ സൈനിങ് ഫ്രം എവിക്ക.